ഹലോ! ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ ഓടിപ്പിടിച്ച് നടക്കുന്നത് ജിമ്മിലേക്കാണ് കേട്ടോ. അപ്പോൾ ബസ് പിടിക്കാൻ വേണ്ടിയുള്ള ഓട്ടമാണ്. അപ്പോൾ കുറേ ദിവസം ഇവർക്ക് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്ക് 1-2 ദിവസമൊന്നും പോകാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഇന്നത്തെ ജിമ്മൊക്കെ കഴിഞ്ഞു. പിന്നെ മോറിസണിൽ പോകുന്നത് വെച്ചു മീനുണ്ടോ നോക്കാം. എന്തെങ്കിലും കുറേ ദിവസമായി മീനൊക്കെ കഴിച്ചിട്ട്. എന്ന് വെച്ചാൽ ഫ്രോസൺ കഴിക്കാറുണ്ട്, അല്ലാത്ത പച്ചമീൻ നോക്കട്ടെ, എല്ലാം ഉണ്ടെങ്കിൽ മേടിച്ചിട്ട് പോകാം. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് വരുന്നുണ്ട് എഡിൻബർഗിൽ നിന്ന്. അപ്പോൾ അവരും കൂടെ വരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ച് എന്തെങ്കിലും നല്ല മീൻ കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കൊണ്ട് പോകാമെന്ന്. അങ്ങനെ ഇവിടെ വന്നപ്പം കുറേ ഡീലും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. കുറേ ഫ്രൂട്ട്സൊക്കെ, അങ്ങനെ ഞാൻ ഫ്രൂട്ട്സൊക്കെ വാങ്ങി. 3 എണ്ണം വാങ്ങി 5 പൗണ്ട് അങ്ങനെ ആയിരുന്നു. ഇത് ഇവിടുത്തെ സ്നാക്സ് സെക്ഷനാണ് കേട്ടോ. ഞാൻ 1-2 എണ്ണമൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, എനിക്കെന്തോ ഇഷ്ടപ്പെട്ടിട്ടില്ല. ആക്ച്വലി ഞാൻ സീബീമും ഒക്കെ നോക്കിയാണ് പോയത്, പക്ഷേ അതില്ലായിരുന്നു. അതിന് പകരം സാൽമൺ ആണ് കിട്ടിയത്. അത് ഹാഫ് പ്രൈസിൽ കിടന്നിരുന്നു കേട്ടോ, ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ അതെടുത്തു. അങ്ങനെ ഇനിയിപ്പോൾ ബസ്സൊക്കെ പിടിച്ച് നേരെ വീട്ടിലേക്ക് പോകണം. ജിമ്മിൽ നിന്ന് എനിക്കൊരു അരമണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും പോയിട്ട് വേണം ഫിഷൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്തൊക്കെ വെക്കാൻ. ഇത് നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളി വെയിലായിരുന്നു. ചെടിയൊക്കെ കാണാൻ എന്താ ഭംഗി നോക്കിയാൽ, നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നതല്ലേ, നല്ല ഭംഗിയുള്ള കളറ്. അങ്ങനെ ഞാൻ വന്നിട്ട് ഒരു കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരാറായി കേട്ടോ. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞ് എത്താറായെന്ന്. അതുകൊണ്ട് ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എപ്പോഴാണ് വരുന്നതെന്ന്. അവർ വന്നത് ഏകദേശം ഉച്ച സമയത്താണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിഷ് ഞാൻ പിന്നെ കൊണ്ടുവന്ന് ഉടനെ തന്നെ കഴുകിയിട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചു. ഇനിയിപ്പോൾ അത് വൈകിട്ട് എടുക്കാം. അപ്പോൾ ബാലൻസ് ഞാൻ ചിക്കൻ കറിയും ഒരു കറിയും അതൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ എല്ലാവരും കൂടെ വന്ന് കഴിച്ചാൽ മതി. അപ്പോൾ ഏട്ടൻ കൊണ്ട് താഴോട്ട് പോയതാണ്. അവർ വിളിച്ച് പറഞ്ഞ് നമ്മൾ എത്താറായെന്ന്. അപ്പോൾ ഇവിടെ ഈ ഫ്ലാറ്റിലോട്ട് അവർ ആദ്യമായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ടെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ കാണിക്കാൻ വേണ്ടി നോണ്ട് പോകുന്നതാണ്. അങ്ങനെ അവർ വീട്ടിലൊക്കെ വന്നതിന് ശേഷം പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാനങ്ങ് മറന്നുപോയി. എല്ലാവരെയും കണ്ട ഒരു സന്തോഷത്തിൽ പിന്നെ നമ്മൾ കഥ പറച്ചിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ വന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാനും ശിവപ്രിയയും പിള്ളേരും കൂടെ ഇവിടെ നമ്മുടെ റൂക്കംഗ്ലൻ പാർക്കിലേക്ക് പോയി കേട്ടോ. ഇന്ന് നല്ല ക്ലൈമറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ പാർക്കിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാരായിരുന്നു. പിന്നെ ഈ ഒരു വെയിൽ വല്ലപ്പോഴും ആണല്ലോ ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. ഇതൊരു വലിയ പാർക്കാണ്, ഞാൻ നേരത്തെ നിങ്ങളെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഏരിയയിലെ ഏറ്റവും വലിയൊരു പാർക്കാണിത് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഐസ്ക്രീം വേണമെന്നായി. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ ഒരു 1-2 മണിക്കൂറോളം അവിടെ നന്നായിട്ട് എല്ലാവരും കൂടെ ഓടിച്ചാടി കളിച്ച് മറിഞ്ഞ് അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. പിന്നെ അന്നത്തെ ദിവസം പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ഇത് അടുത്ത ദിവസം ഞങ്ങൾ വീണ്ടും വേറൊരു പാർക്കിലേക്ക് പോയി കേട്ടോ. ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. പോളാക്ക് കൺട്രി പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ഫേമസ് പാർക്കാണ് കേട്ടോ. നല്ല റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയൊക്കെ കാണാൻ ഏതോ ഒരു കാട്ടിലൂടെയൊക്കെയാണ് പോകുന്ന പോലെ തോന്നും. നമ്മുടെ നാട് പോലാണ് എനിക്ക് തോന്നിയത്. ഗൂഗിൾ മാപ്പ് കുറച്ച് നമ്മളെ ചുറ്റിച്ചെങ്കിൽ അവസാനം ഞങ്ങൾ കറക്റ്റായിട്ട് എത്തി കേട്ടോ. ഇപ്പോഴും ഞാനും ശിവപ്രിയയും പിള്ളേരും മാത്രമാണ് വന്നത്. ഏട്ടൻ സമ്പത്തും വന്നിട്ടുണ്ടായിരുന്നില്ല, അവർ വീട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ പാർക്കൊക്കെ ചെയ്തു. ഇവിടെ നല്ല തിരക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ല, 2 ദിവസം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. വെയിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ മനുഷ്യർക്കാർക്കും വീട്ടിലിരിക്കാൻ തോന്നുന്നില്ല, എല്ലാവരും വെളിയിലിറങ്ങും. കാരണം കുറച്ച് നാളല്ലേ ഇവിടെ നമുക്ക് വെയിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് മാക്സിമം എല്ലാവരും പിള്ളേരെയും കൊണ്ട് വെളിയിലിറങ്ങും. അങ്ങനെയെങ്കിലും കുറച്ച് വെയിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് പിള്ളേരെ നമ്മൾ പാർക്കിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഞാനും ശിവപ്രിയയും കൂടെ ഇങ്ങനെ പോളാക്ക് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ കണ്ടിരുന്നു. അപ്പോൾ അത് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ സ്കോട്ടിഷ് പശുവിനെ കണ്ടു കേട്ടോ. നല്ല എന്താ പറയുക, ദേഹത്തൊക്കെ ഇഷ്ടംപോലെ രോമമൊക്കെ ഉള്ള ഒരു പശുവാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലല്ല, ഇവിടുത്തെ ക്ലൈമറ്റ് തണുപ്പായതുകൊണ്ട് ദൈവം അതുപോലാണ് അവരെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. അതൊരു പുതപ്പ് പോലാണ് അവരുടെ ദേഹത്ത് ഇങ്ങനെ കിടക്കുന്നത്. അങ്ങനെ സ്കോട്ടിഷ് പശുവിനെയൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ നേരെ നടക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഈ പോളാക്ക് ഹൗസ് തേടിയുള്ള യാത്രയിലാണ്. പോകുന്ന വഴിക്കൊന്നും ആരെയും കാണാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വല്ല പുലിയോ കടുവയൊക്കെ വന്നെങ്കിൽ അത്ര തന്നെ, വിളിച്ചാൽ പോലും വിളി കേൾക്കാൻ ആരും ഉണ്ടാവില്ല. എന്നാലും ഞങ്ങളൊരു ധൈര്യത്തിലങ്ങ് നടന്നു കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്ക് 1-2 പേരെയൊക്കെ നമ്മൾ കണ്ട്, നമ്മളെപ്പോലെ ഇങ്ങനെ പോകുന്നവരാണ്. അങ്ങനെ കുറേ ദൂരം നമ്മൾ നടന്നു കേട്ടോ. നടന്ന് ഞങ്ങളൊരു സ്ഥലത്തെത്തി. ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഈ കാണുന്നത് ഒരു മാപ്പാണെന്ന് കേട്ടോ. അതാണെങ്കിൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് റൂട്ട് നോക്കാമല്ലോ എന്ന് നോക്കിയപ്പോൾ അത് ഇവിടുത്തെ ഹിസ്റ്ററി എഴുതി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും നമ്മൾ നടന്ന് അവസാനം ഞങ്ങൾ പോളാക്ക് ഹൗസ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇതാണ് പോളാക്ക് ഹൗസ് കേട്ടോ. അപ്പോൾ 2 സൈഡും ഇങ്ങനെ തുളിപ്പൂക്കളൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽപ്പുണ്ടായിരുന്നു. ഇനി നമുക്കിതിൻ്റെ ബാക്കിലോട്ട് പോവാം. ഈ ഹൗസിനകത്ത് പോകാൻ പറ്റില്ല കേട്ടോ, അത് ക്ലോസ്ഡ് ആയിരുന്നു. എന്തോ വർക്കൊക്കെ നടക്കുവാണെന്ന് തോന്നുന്നു. അങ്ങനെ കണ്ടില്ലേ, ഫുള്ളിങ്ങനെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫോട്ടോയാണ് നമ്മൾ കണ്ടിരുന്നത്. എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുപ്പാണ്. ഇവിടെ വന്നപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ കണ്ടില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയേനെ. അങ്ങനെ ഞങ്ങൾ രണ്ടും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇഷ്ടംപോലെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ ഒരു സ്പ്രിംഗ് സീസണും കൂടെ ആകുമ്പോഴത്തേനും മൊത്തത്തിൽ ഇങ്ങനെ പൂക്കളും പച്ചയും പരവതാനി വിരിച്ച് ഇങ്ങനെ കിടക്കുന്ന പുൽത്തകിടിയും ഒക്കെ കാണുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഫോട്ടോയും വീഡിയോയും തകർത്തെടുത്തോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ അടുത്തത് തേടി പോകുന്നത് ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കിക്കൊണ്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ ആ ഒരു പാലത്തിലോട്ടെത്തി. ഇവിടെ നിന്ന് നമുക്കിപ്പോൾ ആ വാട്ടർഫോൾ കാണാൻ പറ്റും. ഇപ്പോൾ പിന്നെ എല്ലാ മരത്തിലും അങ്ങനെ ഇലയൊന്നും വന്നിട്ടില്ല. പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇലയും കൂടെ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേനും നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ് ആ വാട്ടർഫോൾ കേട്ടോ. അപ്പോൾ അവിടെ ഒരു കുട്ടി മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടു. പക്ഷേ ഞങ്ങൾ വഴി നോക്കിയപ്പോൾ അവിടെ ക്ലോസ് ചെയ്തേക്കുമായിരുന്നു. ഒരു ദിവസം പിള്ളേരെയും കൊണ്ടൊക്കെ വന്ന് പിക്നിക് എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ആരെങ്കിലും ഈ പാർക്ക് അറിയത്തില്ലെങ്കിൽ ഡെഫിനറ്റായിട്ട് പോയി നോക്കൂ. പോള കൺട്രി പാർക്കാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു പാർക്കാണ്. അങ്ങനെ നമ്മൾ നോണ്ടി നടന്ന് വരുമ്പോൾ ഈ ഒരു പഞ്ഞി കണ്ടു കേട്ടോ. ഏതോ മരത്തിൽ നിന്ന് വീഴുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ ശിവപ്രിയ എടുത്ത് മണത്തൊക്കെ നോക്കി. ചകിരി പോലൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പാർക്കിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ പാർക്കിൻ്റെ അവിടെ കൂടെ ഒരു വഴിയുണ്ടായിരുന്നു എളുപ്പത്തിൽ പോള ഹൗസിൽ പോകാൻ. പിന്നെ അടുത്ത ദിവസം രാവിലെയൊക്കെ ആയപ്പോൾ ശിവപ്രിയയും സമ്പത്തും ഒക്കെ എഡൻബർഗിലേക്ക് പോയി. ഞങ്ങൾക്ക് അന്നൊരു വിഷുവിൻ്റെ ആഘോഷം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടിയാണ് പോണത്. ഈ പ്രാവശ്യം വർഷക്കുട്ടിയുടെ സ്കൂളിലെ ഫ്രണ്ടിൻ്റെ അമ്മ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരേ ക്ലാസ്സിലല്ല, ഒരു ദിവസം നമ്മൾ ഇവിടെ പ്രോഗ്രാമിന് പോയപ്പോൾ അങ്ങനെ ഞാൻ പരിചയപ്പെട്ടതാണ് ആ കുട്ടിയുടെ അമ്മയെ. അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ 3-4 ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഓരോരോ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു, 1ഉം 2ഉം ഒക്കെ. പിന്നെ എല്ലാവരും കൂടെ പാട്ടും അതുപോലെ തന്നെ റീൽസ് എടുപ്പും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. മൊത്തത്തിൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ ആയപ്പോൾ വിഷുക്കണിയൊക്കെ ഒരുക്കി. അങ്ങനെ വിഷുക്കണിയൊക്കെ കണ്ട് ഈ ഒരു വർഷം നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു കേട്ടോ. വിഷുവൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ഓണം വരാറായി. അപ്പോഴാണ് എൻ്റെ വിഷു ആശംസ എന്ന് നിങ്ങൾ വിചാരിക്കും. എന്നാലും കിടക്കട്ടെ, ഇനി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമുക്കിനി ഈ ഒരു വർഷം ഉണ്ടല്ലോ, അടുത്ത ഏപ്രിൽ വരെ നമുക്ക് സമയമുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൂടെ കമൻറ്റിലൂടെ അറിയിക്കുക.